ടൈറ്റിൽ കണ്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. പിന്നെ 17 ലക്ഷം രൂപ, 1 ഏക്കർ 12 സെൻറ്റ് സ്ഥലം. നമ്മൾ ഈ ലാൻഡ് കിടക്കുന്നത് ലൊക്കേഷൻ പറഞ്ഞുതരാം, നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. അമ്പലവയൽ പഞ്ചായത്താണ്. അമ്പലവയൽ പഞ്ചായത്തിൽ നമ്മളെ നരിക്കുണ്ട് പറയുന്ന അമ്പലവയലിൽ നിന്ന് വടുവഞ്ചാൽ പോകുന്ന വഴിക്ക് ഒരു ചെറിയ ടൗണാണ്. ഈ നരിക്കുണ്ടിൽ നിന്ന് നമ്മളൊരു 3 കിലോമീറ്റർ ഉള്ളിലോട്ട് പോകണം. ചെറുവയൽ എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഈ ലാൻഡ് കിടക്കുന്നത്. ബാക്കിയുള്ള റോഡ് ഞാൻ അവിടെ നിന്ന് അങ്ങോട്ട് കാണിക്കുന്നുണ്ട്. പിന്നെ പേപ്പേഴ്സിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ജന്മം പട്ടയാണ്, നമുക്ക് കൺസ്ട്രക്ഷൻ നടക്കും, ഒരു കുഴപ്പമില്ല. നല്ലൊരു ഭൂമിയാണ്, പക്ഷേ നിലവിൽ കാട് പിടിച്ച് അലമ്പായി കിടക്കുകയാണ്. അതുകൊണ്ട് ആ രീതിയിലാണ് ഞാൻ എടുത്ത്. അപ്പോൾ നിങ്ങൾ ആരെയും കാണാൻ വരുമ്പോഴത്തേക്ക് അത് ലെവലാവും, റോഡൊക്കെ റെഡിയാവും. ഫുള്ള് കാടാണ്. ഒരു 4-5 വർഷത്തേക്ക് അതിൻ്റെ ഓണർ അങ്ങോട്ട് പോയിട്ടില്ല, പുള്ളി ഇവിടെ സ്ഥലത്തില്ല. അപ്പോൾ അതിൻ്റേതായ പ്രശ്നങ്ങളുണ്ട്. വീഡിയോ അത്ര പക്കയായിട്ട് സാധാരണ നമ്മൾ എടുക്കുന്ന പോലെ പക്കയായിട്ട് കിട്ടിയിട്ടില്ല, എന്നാലും മാക്സിമം ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളത് ജസ്റ്റ് ഒന്ന് കാണുക, താല്പര്യമുള്ള ആൾക്കാർ വിളിക്കുക. എന്തായാലും മെച്ചാട്ടോ ആ ഒരു വിലയ്ക്ക്, ആ ഒരു ഏരിയയിൽ. കാരണം ഫോറസ്റ്റ് ഇല്ല, കാര്യങ്ങളില്ല. അമ്പലവയൽ പഞ്ചായത്തിലെ ഫോറസ്റ്റ് ഇല്ല, മൃഗങ്ങളെ ശല്യമില്ല, നല്ല ഏരിയ ആണ്. അപ്പോൾ താല്പര്യമുള്ള ആൾക്കാരൊക്കെ വിളിക്കുക. നമ്മൾ ഈ ചെറുവയൽ എന്ന് പറഞ്ഞ സ്ഥലത്തെത്തിയിട്ടുണ്ട്. ഇവിടം വരെ ടാറിങ് ഉള്ളൂ കേട്ടോ. ഇവിടുന്ന് അങ്ങോട്ട് ഈ ഒരു കണ്ടീഷനിലാണ് റോഡ് കിടക്കുന്നത്. മണ്ണ് റോഡാണ്, പക്ഷെ അത് പഞ്ചായത്ത് നിലവിൽ ഏറ്റെടുത്ത റോഡൊക്കെയാണ്. ഒരുപാട് ആൾക്കാർ ഈ ഭാഗത്ത് താമസിക്കുന്നുണ്ട്. ഈ ഒരു മണ്ണ് റോഡ് നമുക്കൊരു 150 മീറ്ററോളം പോകണം. 150 മീറ്റർ മണ്ണ് റോഡ്. അത് കഴിഞ്ഞ് പ്ലോട്ടിലേക്ക് ഒരു 150-200 മീറ്റർ വേറെ റോഡാണ്. അങ്ങനെയാണ് ഇതിൻ്റെ റോഡിൻ്റെ ഒരു അവസ്ഥ കിടക്കുന്നത്. അതും മണ്ണ് റോഡ് തന്നെയാണ്. അത് പിന്നെ നമുക്ക് ഡെവലപ്പ് ചെയ്തെടുക്കാം. ഇത് എനിക്ക് തോന്നുന്നു കുറച്ച് കാലം കൊണ്ട് പഞ്ചായത്ത് കോൺക്രീറ്റ് ചെയ്യുന്നതാണ്. അങ്ങനെയാണ് ഇവിടെ അന്വേഷിച്ചപ്പോൾ പറഞ്ഞത്. അപ്പോൾ ഇതാണ് റോഡിൻ്റെ അവസ്ഥ. ഇങ്ങനെയാണ് റോഡ് കിടക്കുന്നത്. അപ്പോൾ ബാക്കി നമുക്ക് എന്ത് ചെയ്യാം, കുറച്ച് മേലുള്ള ഭാഗം കൂടെ ഞാൻ നമ്മൾ ആ റോഡിൻ്റെ ഭാഗം ഒന്ന് കാണിച്ചു തരാം. ഇതാണ് ഇപ്പോൾ നിലവിൽ പ്ലോട്ടിലേക്കുള്ള വഴി കേട്ടോ. 10 അടി വഴിയുണ്ട്. നമ്മൾ ഡസ്റ്റർ ഇവിടം വരെ എത്തിയിട്ടുണ്ട്. ഇവിടുന്ന് ഇങ്ങോട്ട് ഒരു 50 മീറ്ററും കൂടെ കയറിയാൽ മതി. അത് ലേശം അബദ്ധമായിട്ട് കിടക്കുന്നുണ്ട്. അത് ഇവർ സെറ്റ് ചെയ്ത് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് JCB വെച്ച് വലിച്ചു തരും, കാട് വെട്ടിത്തരും. ഈ ഭാഗത്ത് ഇവിടെ കുറച്ച് കാട് കുറവുണ്ട്, പക്ഷെ മേലോട്ട് ഫുള്ള് കാടാണ്. അപ്പോൾ ഞാനിതാ ഈ റോഡിൽ നിന്ന് ഇങ്ങനെ കയറുകയാണ്. ഇപ്പോൾ ഏതാണ്ട് എൻ്റെ വലത് സൈഡിൽ മുതൽ ഈ ലാൻഡ് തുടങ്ങുന്നുണ്ട്, പക്ഷേ ഇവിടുന്ന് എനിക്ക് കൂടുതൽ കാണിക്കാൻ പറ്റുന്നില്ല, അത്രയും കാടാണ്. ഇവിടുന്ന് വലത് സൈഡ് മുതൽ ലാൻഡ് തുടങ്ങുന്നുണ്ട്. ഇത് നമ്മളിപ്പോൾ നടന്നു വന്ന വഴിയാണ്, 10 അടി വീതിയുള്ള വഴിയാണ്. ഇതാദ്യം ഇവർ റോഡ് സെറ്റ് ചെയ്തപ്പോൾ ആൾട്ടോ കാർ വരെ ലാൻഡിലെത്തി തിരിച്ചു പോയതാണ്. അപ്പോൾ നമ്മൾ ഏതാണ്ട് ലാൻഡിലെത്തി. ഇങ്ങനെയാണ് ലാൻഡ് കിടക്കുന്നത് കേട്ടോ. ഇത് ഇവർ ഒരു പ്രാവശ്യം കൺസ്ട്രക്ഷൻ തുടങ്ങാൻ വേണ്ടിയിട്ട് മണ്ണെടുത്താണ്. പിന്നെ അവരത് വേറെ പ്രോഗ്രാമൊക്കെ ആയി അവർ പുറത്തേക്കൊക്കെ പോയി. പിന്നെ അത് അവർ ചെയ്തില്ല, ചെറുതായിട്ട് മണ്ണെടുത്താണ്. നിരപ്പുള്ള ലാൻഡാട്ടോ. ആ ഒരു മണ്ണെടുത്ത് ഒരു പീസ് അങ്ങനെ മാറിയിട്ടുണ്ടെന്നല്ലാണ്ട് ബാക്കിയൊക്കെ നിരപ്പുള്ള ലാൻഡാണ്. ഇത് ഇങ്ങനെയാണ് ലാൻഡ് കിടക്കുന്നത്. ഇങ്ങനെ 1 ഏക്കർ 12 സെൻറ്റ് ലാൻഡ്. കുറച്ച് മരങ്ങളുണ്ട്, കുറച്ച് കവുങ്ങുണ്ട്, കുറച്ച് കാപ്പി ഉണ്ട് എന്നൊക്കെയാണ് പറഞ്ഞത്. പക്ഷേ ഞാൻ നോക്കിയിട്ട് ഉള്ളോട്ടായിരിക്കും, ഞാൻ കാര്യമായിട്ട് കയറിയിട്ടില്ല. ഈ ഭാഗങ്ങളൊക്കെ തന്നെ കയറിയിട്ടുള്ളൂ. ഇതിൻ്റെ ഈ ഒരു ഭാഗം അതിരി ഞാൻ കാണിച്ചു തരാം. താഴെ വയലൊക്കെ ഉണ്ട് കേട്ടോ. ഈ ഒരു ഭാഗം താഴെ തോട്ടാണ്, ചെറിയൊരു തോട്ടാണ്. അത് നീറ്റായിട്ട് കിടക്കുന്നുണ്ട് കേട്ടോ. പണി എടുപ്പിക്കുന്നതാണ്. നമ്മളത് പിന്നെ അങ്ങനെ പണിയൊന്നും എടുപ്പിക്കാത്തത് കൊണ്ടാണ് ഇങ്ങനെ കിടക്കുന്നത്. ഈ ഒരു പോർഷൻ നല്ല നിരന്ന ഏരിയ ആണ്. പിന്നെ മേലോട്ട് ഇതിൻ്റെ ബാക്കിൽ കുറച്ച് മേലോട്ട് ഇതാ ഇങ്ങനെ കയറണം. കയറ്റമൊന്നുമല്ല കേട്ടോ, ഈ ഒരു കയറൽ. പിന്നെ ഇവിടെ വലിയ മലയും കുന്നൊന്നും അടുത്തൊന്നുമില്ല. ഈ ഒരു ഭൂമി തന്നെയാണ് കുറച്ച് ഹൈറ്റിൽ നിൽക്കുന്നത്. ഒരു ടേബിൾ ടോപ്പ് എന്നൊക്കെ പറയാം, അങ്ങനെ നിൽക്കുന്നത്. ഞാൻ എന്നെ കൊണ്ട് പറ്റുന്നിടത്തോളം കയറാണ് കേട്ടോ മാക്സിമം. ഇതെങ്ങനെയൊക്കെയാണ് ഈ ഭൂമി കിടക്കുന്നത്. ഈ കാട് അത്യാവശ്യം നല്ല ഹൈറ്റിലെ കാടാണ്, പുല്ല് പിടിച്ചു പോയിട്ടുണ്ട്. ഇവരിത് ക്ലിയർ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ വരുമ്പോഴത്തേക്ക് ഇത് ക്ലിയർ ആവുമെന്ന് വിചാരിക്കാം. അത്യാവശ്യം നല്ലൊരു വ്യൂ ഉണ്ട് കേട്ടോ ഇവിടുന്ന്. ഇത് ഒന്നാമത്തെ ഈ കാടായതുകൊണ്ട് അധികം കിട്ടില്ല, എന്നാലും അത്യാവശ്യം നല്ലൊരു വ്യൂ ഉണ്ട്. മലേൻ്റെ ഒരു വ്യൂ വരുന്നുണ്ട്. അതായത് ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് സൈഡാണ് നമ്മളെ നെല്ലാറയൊക്കെ വരുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയ വ്യൂ നമുക്കും കിട്ടുന്നുണ്ട്. പിന്നെ കൺസ്ട്രക്ഷന് ബുദ്ധിമുട്ടില്ല. നമുക്ക് വേണേൽ അത്യാവശ്യം ചെറിയ ഹട്ടുകളൊക്കെ ഉണ്ടാക്കാം. പിന്നെ ഫാം നോക്കുന്നവർക്ക് ബെസ്റ്റ് ലാൻഡാട്ടോ. കാരണം അടിപൊളിയായിട്ട് നമുക്കൊരു ഫാം ഇതിൽ ചെയ്യാൻ പറ്റും. അങ്ങനെ എല്ലാത്തിനും പറ്റുന്ന ഒരു ലാൻഡാണ്. വെള്ളത്തിനും ബുദ്ധിമുട്ടില്ല എന്നാണ് ഇവിടെ ചോദിച്ചപ്പോൾ പറഞ്ഞിരിക്കുന്നത്. കിണർ ഒഴിച്ചാൽ വെള്ളം കിട്ടും. അങ്ങനെ തൊട്ട് അപ്പുറത്തും ഇപ്പുറത്തൊക്കെ വെള്ളമുണ്ട്. ഈ ഒരു വ്യൂ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഈ ലാൻഡ് കിടക്കുന്നത്. ഇത് നമ്മളെ ലാൻഡ് നോക്കിയാൽ കാണുന്ന വ്യൂ ആണ്. ഇത് കുറച്ചുകൂടെ വൃത്തിയിൽ കാണാം. നമ്മൾ ആ മരം ഒക്കെ ഒന്ന് എന്താ പറയുക, കാടൊക്കെ ഒന്ന് വെട്ടി തെളിച്ചാൽ നല്ല വ്യൂ കിട്ടും ഇവിടുന്ന്. അപ്പോൾ മോശമില്ലാത്തൊരു ലാൻഡാണ്, നല്ലൊരു ഏരിയയിലാണ്, അമ്പലവയലാണ്. വേറെ പ്രശ്നങ്ങളൊന്നുമില്ല, ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി. അപ്പോൾ നമുക്ക് ഫാമിനൊക്കെ പറ്റുന്ന നല്ല ലാൻഡാണ്.
അപ്പോൾ ഏതാണ്ട് നിങ്ങൾക്ക് ലാൻഡ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. പിന്നെ ഈ ഒരു വിലയ്ക്ക് നല്ല ഏരിയയിൽ ലാൻഡ് കിട്ടാൻ നല്ല ബുദ്ധിമുട്ടാണ്, നോക്കുന്നവർക്ക് നന്നായിട്ട് അറിയാം. അപ്പം ഈ ഒരു 17 ലക്ഷം വില കാര്യമായിട്ട് കുറയില്ല കേട്ടോ, അത് ഞാൻ പറയാം. വലിയൊരു ബാർഗെയിനിങ് ഉണ്ടാവില്ല, കാരണം നെറ്റ് റേറ്റാണ് ഇട്ടിരിക്കുന്നത്. അപ്പോൾ താല്പര്യമുള്ള ആൾക്കാരൊക്കെ വിളിക്കുക. ഇങ്ങനെയുള്ള ഒരു ലാൻഡാണ്. വ്യൂ ഇവിടുന്നും കിട്ടുന്നുണ്ട് കേട്ടോ.